പറയായാലും ഇത് കടന്നലുകള് എന്നെ തന്നെ ആക്രമിക്കാൻ കാരണം എന്താ? ഏതായാലും കടന്നലുകൾക്ക് വ്യക്തി വൈരാഗ്യമൊന്നും കാണില്ല. പക്ഷേ നിന്നെ കണ്ടപ്പോ ലേശം അഹങ്കാരമില്ലേ ഇവൾക്ക് എന്ന ഭാവത്തില് ഓടിച്ചിട്ട് കുത്തിയതായിരിക്കും. ഈ തമാശയൊക്കെ പറയുമ്പോഴേ ACP കാണാൻ കൊള്ളാം. അല്ലാത്ത സമയത്ത് നോക്കുമ്പോ പേടി തോന്നും. കുഞ്ഞു കരയുന്നു, ഞാൻ എടുക്കട്ടെ? ഏയ് വേണ്ട വേണ്ട, മീനാക്ഷി ഇവിടെ ഇരുന്നു, കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. ആരാരോ ആരിരാരോ അച്ഛന്റെ മോൾ ആരിരാരോ, ആരാരോ ആരിരാരോ അച്ഛന്റെ മോൾ ആരിരാരോ, ആരാരോ ആരിരാരോ അച്ഛന്റെ മോൾ ആരാരോ. ഞാൻ പാട്ട് പാടിയിട്ടും ഈ കുഞ്ഞെന്താ ഉറങ്ങാത്ത? ഇതാണോ പാട്ട്? ഇതേതാണ്ട് ടിമ്പർ മില്ലിലെ മരം അറുക്കുമ്പോഴുള്ള ശബ്ദം പോലെ. മതി കളിയാക്കിയത്. പോലീസുകാരുടെ ഉള്ളിലും സംഗീതജ്ഞരൊക്കെ ഉണ്ട്, അത് മറക്കണ്ട. ഓ ഓ വേണ്ട വേണ്ട വേണ്ട, കരയണ്ട കേട്ടോ. ഓ ഓ ഓ ഓ ഇങ്ങതാ. ഓ അമ്മയുടെ കുഞ്ഞാരിരാരോ. ഉറങ്ങിക്കേടി, ഉറങ്ങിക്കോ. ഓ ഓ ഓ ഓ കണ്ടോ അമ്മ എടുത്തപ്പോ ഇതിന്റെ കരച്ചിൽ നിന്നത്? അമ്മ എടുത്ത എന്റെ പൊന്നുമോള് കരച്ചിൽ നിർത്തും. കൊണ്ടോടാ പൊന്ന്, അമ്മയുടെ കവിളത്തിട്ട് കിളവി കുത്തിയത്. കിളവിയല്ല, കുളവി. അമ്മയ്ക്കിട്ട് ഒത്തിരി കുത്തിയടാ ആ കാട്ടു കടന്നലുകള്. ദേ അവിടേക്ക് മോളുടെ അച്ഛൻ മരുന്ന് പുരട്ടി തന്നത് കണ്ടോ? മോളുടെ അച്ഛൻ ചില സമയത്ത് കടവയുടെ സ്വഭാവമാണെങ്കിലും മനസ്സ് വെറും പനിനീർപ്പുവാ. ഒരു പാവം ക്രൂരനാ ഈ ACP. എന്താ ഇങ്ങനെ നോക്കുന്നേ?
ഈ ജയേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? അരിയോ മറ്റോ വേവിക്കാണല്ലോ. ഇതെന്ത് കാര്യത്തിനാ? ഇവനെ എങ്ങനെയാ ഊറ്റിയെടുക്കുന്നത്? ഞാനിപ്പോൾ ഒറ്റക്കൈനാണല്ലോ. അയ്യോ ജയേട്ടാ, അത് താഴെ വച്ചേ. മാറിയേ, ഞാൻ ചെയ്യാം. ഒരു കൈ കെട്ടിവെച്ചിരിക്ക, അത് വയ്യാത്ത കയ്യുവാ. ഒറ്റ കൈ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. തിളച്ച കഞ്ഞിയാ, അത് മേത്തോട്ടെങ്ങനെ വീണാലോ. ഈ ഒരു കൈ മാത്രം വെച്ച് ഇത്തരം റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒറ്റയ്ക്കായി പോയൊരു മനുഷ്യനല്ലേ ഞാൻ. ഇതൊക്കെ പഠിക്കണ്ടേ? യഥാസമയം ആഹാരം എത്തിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഈ വേണ്ടാത്ത പണി ചെയ്യുന്നേ? കഴിവതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനാ. അതാണ് ഇനി എന്റെ ആഗ്രഹം. ഒരാൾക്ക് 3 നേരം ആഹാരം കൊടുത്തു വിടുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല. അതിഥികൾ വന്ന് താമസിച്ചാലും ചെമ്പകമംഗലത്ത് ഇത് പതിവുള്ളതാ. ഇവിടുത്തെ മൂത്ത മകനായിട്ട് ജനിച്ചവനാണ് ഞാനെങ്കിലും ഇപ്പോ ഞാനിവിടുത്തെ ഒരു അതിഥിയല്ലേ. അതിഥിയായി പോയതിന് ഞാൻ നിരപരാധിയാ. ദേവി, പരോള് തീരാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രം. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച സന്തോഷം ചെറുതല്ല. മരുഭൂമിയിൽ ഒരുക്കിയ മനുഷ്യന് മരുപ്പച്ച കണ്ടാലുള്ള സന്തോഷം അത്. ഇതെന്തായാലും പിറന്ന വീടല്ലേ. എത്ര നാളുകൾക്ക് ശേഷമാണ് ദേവിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം ഞാൻ കഴിക്കുന്നത്. ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ജയേട്ടൻ. ഒരപകട മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ആളോട് എനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ടാവാതിരിക്കോ? ഞാൻ കാരണോ ജയേട്ടന്റെ കൈ ഇങ്ങനെ ആയത്. അതില് എനിക്കുള്ള സങ്കടം ചെറുതല്ല. ദേവി, ഇതെന്താ ഇങ്ങനെ? അതിന് അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ദേവിക്ക് അന്യനല്ലല്ലോ. ദേവിക്ക് ആപത്ത് പറ്റിയാൽ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ? എനിക്ക് ജയേട്ടനോട് സ്നേഹമുണ്ട്. അത് ഇരിക്കപ്പിണ്ടം വെച്ചതായാലും എന്റെ അമ്മ പ്രസവിച്ച മകൻ എന്ന നിലയിലുള്ള സ്നേഹം. ദേവി, അതായത് ഞാനിപ്പോ തരുന്ന ആഹാരത്തിന് രുചിയുണ്ടാവാം, പക്ഷെ അതിലാ പഴയ ദേവിയുടെ സ്നേഹമില്ല. നിൽക്കൂ. ഉള്ളുകൊണ്ട് നോവിക്കുമ്പോഴും ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ചില ദിവസങ്ങളായി ഞാൻ കാണുന്നു. അതൊരു സ്ത്രീയാണ്. അവരുടെ പേരാണ് നന്ദിനി ദേവി. ദേവി എത്ര കുത്തി നോവിച്ചാലും എൻ്റെ ഹൃദയത്തിന് വേദന വരില്ല. കാരണം എൻ്റെ ഹൃദയം നിറയെ എന്നും ദേവിയായിരുന്നു.
എന്താടാ ഇത്? എന്ത്? ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതെന്ത് ഫംഗ്ഷനാണെന്നും പറഞ്ഞ അയാൾ നിന്നോട് വരാൻ പറഞ്ഞു. നീ ഒന്ന് അടങ്ങിയിരിക്കേണ്ട മൈഥിലി. നിങ്ങളെന്താ വെറുതെ ഇരുന്ന് ബോറടിച്ചോ? ഏയ് ഇല്ല. ആ അല്ല, എന്താ രണ്ടുപേർക്കും ടെൻഷൻ പോലെ? ഒന്നുമില്ല സർ. അല്ല സർ, ബർത്ത്ഡേ അല്ലേ? ഇത്രയും നേരമായിട്ട് വേറെ ഗസ്റ്റുകളെ ഒന്നും കാണാനില്ലല്ലോ. ഇന്ന് വേറെ ഗസ്റ്റുകളില്ല. എന്റെ സ്പെഷ്യൽ ഗസ്റ്റുകള് നിങ്ങളെ രണ്ടുപേരും മാത്രമാ. അവിചാരിതമായിട്ട് പരിചയപ്പെട്ടതാണെങ്കിലും കൂട്ടക്കളം സ്വാമിനാഥന്റെ ജീവിതത്തിലേക്ക് വന്ന അപൂർവമായ അതിഥികളാണ് നിങ്ങള്. ഞാനങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത അതിഥികളെ അടുപ്പിക്കാറില്ല. പിന്നെ നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരു പ്രത്യേകത തോന്നി. അങ്ങനെയാ നിങ്ങളെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞാൻ തീരുമാനിച്ചത്. അല്ല, അതിരിക്കട്ടെ, മൈഥിലി എന്റെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? സാറേ, അത് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലേ? എന്തായാലും അത് പറഞ്ഞോളൂ. അത് മൈഥിലിനെ പറയും. മൈഥിലി പറയൂ. എനിക്ക് ജോലിക്ക് വരാൻ താല്പര്യമില്ല സർ. അത് ശരി. മൈഥിലിക്ക് കൂട്ടക്കളത്തിൽ സ്വാമിനാഥന്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല. അല്ല, വൈശാഖിന്റെ അഭിപ്രായം എന്താ? അല്ല സാർ, മൈഥിലിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല. ശരി, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിലേ ആ തീരുമാനം തന്നെ നടക്കട്ടെ. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇന്നൊരു നല്ല ദിവസമായിരുന്നു, എന്റെ ബർത്ത്ഡേ. നിങ്ങൾ എന്നെ വല്ലാതെ മൂടോട്ടാക്കി. ഇന്നിനെ ഇവിടെ ഫംഗ്ഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് തിരിച്ചു പോവാം. എന്നെ വിശ്വാസമില്ലാത്തവരെ എനിക്ക് കാണണ്ട. നിങ്ങൾ വേഗം വെക്കുള്ളൂ. നിൽക്ക്.
മൈഥിലി എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? മൈഥിലിയെ നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേന്ന്? അത് സാറേ, ഞങ്ങളുടെ താമസ സ്ഥലത്തോട്ട്. താമസ സ്ഥലത്തേക്ക് നീ വെക്കോ? മൈഥിലി ഇവിടെ നിൽക്കട്ടെ. സാർ, അത് സാർ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവളെ എൻ്റെ ഭാര്യയാണ്. ഇവൾ നിന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞടാ? നീ വികാരം കൊള്ളുകയാണോടാ? എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. അതെ, നിങ്ങൾ ആരായാലും നിങ്ങളുടെ സ്വഭാവം എന്തായാലും ഞങ്ങൾക്കൊന്നുമില്ല. മിണ്ടരുത് നീ. അകത്ത് റിവോൾവർ ഇരിപ്പുണ്ട്. പൊട്ടിച്ചു കളയും നിന്നെ ഞാൻ. ഇവളൊരു പോലീസ് ഓഫീസറുടെ ഭാര്യയല്ലേ? അത് ഇവളെ തട്ടിക്കൊണ്ടു പോയതല്ലേടാ നീ? ഞാനെന്താടാ പൊട്ടനാണെന്ന് നീ വിചാരിച്ചോ? ഞാനൊന്നും അറിയില്ലെന്ന് നീ കരുതിയോടാ? നീ കണ്ണടിച്ച് ഫിറ്റായപ്പോ നീ തന്നെ എന്നോട് പറഞ്ഞതാ ഈ രഹസ്യങ്ങളൊക്കെ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ കലികൊണ്ട കാട്ടാളനെ പോലെ നടക്കിയ അയാളെ ഈ വിവരം അറിയിച്ചാൽ എന്താ സംഭവിക്കാന്ന് നിനക്ക് അറിയാമോടാ? അറിയോ? അവനെ വിളിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷേ മൈഥിലിയെ ഇന്നത്തേക്ക് ഇവിടെ നിർത്തിയിട്ട് നിനക്ക് പോകാം. എന്തേ? അങ്ങനെയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവും. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും.
നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാൻ ഞാനൊരു 10 മിനിറ്റ് സമയം തരാം. തീരുമാനം എനിക്കനുകൂലമല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും.